بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فكلوا مما رزقكم الله حلالا طيبا واشكروا نعمة الله إن كنتم إياه تعبدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يريد المرء أن يعطى مناه ويأبى الله إلا ما أرادا. يقول المرء فائدتي ومالي وتقوى الله أفضل ما استفادا. പ്രിയം നിറഞ്ഞ മുസ്ലിം സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ എല്ലാവിധ കൽപ്പനകളും ജീവിതത്തിൽ പകർത്തി അവനെ ഭയപ്പെട്ട് യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടുമെല്ലാം ഞാൻ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ്. സാമ്പത്തിക വിശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം നമ്മൾ സംസാരിക്കുന്നത്. സമ്പത്ത്, ധനം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് ആധാരം അത് സമ്പത്തിനെ അധികരിച്ചാണ് എന്ന് പറയുന്നത് അതിശയോക്തിയുള്ളതായിരിക്കുകയില്ല.
പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ സമ്പത്ത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്ന് പറയുന്നുണ്ട്. വലാ തുഅ്തുസ്സുഫഹാ, നിങ്ങൾ വിവരമില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ ധനം കൊടുക്കരുത്. അത് പറഞ്ഞതിന് ശേഷം ആ ധനം നിങ്ങൾക്കുള്ള നിലനിൽപ്പാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത് വവഅദൽ ബനാത്ത് വമൻഅൻ വഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഉമ്മമാരെ അധിക്ഷേപിക്കുന്നതും പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ വെറുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വെറുത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വഇലാഅത്തുൽ അംബാൽ, ധനം പാഴാക്കി കളയൽ, അത് അള്ളാഹു നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു, വെറുത്തിരിക്കുന്ന കാര്യമാണ്. കാരണം മനുഷ്യ നിലനിൽപ്പിന്റെ ആധാരമാകുന്നു സമ്പത്ത് എന്നതുകൊണ്ട് തന്നെ. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പാണ് എങ്കിൽ ആ സമ്പത്ത് ഉണ്ടാക്കണമെന്നും അത് വാരിക്കൂട്ടണമെന്നും ഏതൊരു മനുഷ്യനും ആഗ്രഹമുണ്ടാവും. സമ്പത്തിനോട് താല്പര്യമില്ലാത്ത വിവരമുള്ള ഒരു മനുഷ്യനും ഉണ്ടാകുകയില്ല. എല്ലാവർക്കും സമ്പത്ത് വേണം എന്ന് തന്നെയാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർഥ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. സൂറത്ത് ആൽ ഇംറാനിൽ അങ്ങനെയാണ് പറഞ്ഞത്. മനുഷ്യന് ചില വസ്തുക്കളോട് ഒരു അലങ്കാരം, മോടി, ഭംഗി തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഭാര്യമാരോട്, മക്കളോട്, എന്നതിന് ശേഷം പറയുന്നത് വൽ ഖനാതീരിൽ മുഖന്തറ, കൂമ്പാരമായി കൂട്ടപ്പെട്ട സ്വർണവും വെള്ളിയും അഥവാ സമ്പത്ത്, കന്നുകാലികൾ, വാഹനങ്ങൾ, ഇതിനോടൊക്കെ മനുഷ്യ മനസ്സിന് ഒരു ആഗ്രഹമുണ്ട് എന്നാണ്. മനുഷ്യൻ സമ്പത്തിനെ അമിതമായി സ്നേഹിക്കുന്നു. ഖുർആൻ പല സ്ഥലങ്ങളിലായി പല രൂപത്തിൽ മനുഷ്യന് ധനത്തോട്, പണത്തോട് ആഗ്രഹമുണ്ട് എന്ന് പറയാം. ശരി, നിലനിൽപ്പിന്റെ ആധാരമാണ്. മനുഷ്യ മനസ്സിന് സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ മനുഷ്യ മനസ്സിന്റെ ആഗ്രഹത്തെ പരിപൂർണമായും തച്ചുടക്കുന്ന, നുള്ളിക്കളയുന്ന ഒരു ചിന്താഗതിയല്ല ഇസ്ലാം വെച്ചിരിക്കുന്നത്. ദുനിയാവ് ഒരുമിച്ച് കൂട്ടരുതെന്നും പണം വാരിക്കൂട്ടരുതെന്നും അതിന്റെ പിന്നാലെ പോകരുത് എന്നും മനുഷ്യ മനസ്സറിയുന്ന ഫിത്രത്തിന്റെ മതമാകുന്ന പ്രകൃതിക്ക് അനുയോജ്യമായ മതനിയമങ്ങളുള്ള ഇസ്ലാം ദീൻ പറയുന്നില്ല. മറിച്ച് സമ്പത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കോളിയും എന്ന് തന്നെയാണ്. ഏതുവരെ ചില പ്രത്യേകമായ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ വൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലൂടെയൊക്കെ വ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം തേടിക്കൊള്ളൂ എന്നാ ഖുർആൻ പറയുന്നത്. അല്ലാതെ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് അവിടെ കഴിഞ്ഞുകൂടണമെന്നല്ല. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ്. വലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഹജ്ജാണ് നിങ്ങളുടെ മെയിൻ ലക്ഷ്യം. അതോടൊപ്പം അള്ളാഹുവിന്റെ ഔദാര്യം തേടുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ മാൽ. മനുഷ്യന് സമ്പത്തിന്റെ 2 താഴ്വര ഉണ്ടായിരുന്നാലും ശരി, ചില റിപ്പോർട്ടുകളിൽ സ്വർണത്തിന്റെ 2 താഴ്വര ഉണ്ടായിരുന്നാലും ശരി, മതി. ഇനി എനിക്ക് സമ്പത്ത് ഒന്നും വേണ്ട, ഞാൻ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു, ഉള്ള സമ്പത്ത് കൊണ്ട് അങ്ങനെ ജീവിക്കുക എന്ന് മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുകയില്ല എന്നാണ്.
അവൻ മൂന്നാമതൊരു താഴ്വര ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ വായ അല്ലെങ്കിൽ അവന്റെ വയറ് അങ്ങ് നിറക്കണമെങ്കിൽ മണ്ണ് വേണം, മണ്ണായി അവന്റെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആഗ്രഹം അവസാനിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് പണം നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ അവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ കൈകൊണ്ട് സമ്പാദിക്കലാണ്, കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ടുള്ള സമ്പാദ്യം, അതാണ് ഏറ്റവും നല്ല സമ്പാദ്യം എന്നും അതാണ് ഏറ്റവും നല്ല വിഭവവും ഭക്ഷണവും എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ടാകണം. ഒന്ന്, പണം സമ്പാദിക്കുന്നത് ഹലാലായ മാർഗത്തിൽ മാത്രമായിരിക്കണം, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. രണ്ട്, പണം വിനിയോഗിക്കുന്നത് ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ മാത്രമായിരിക്കണം. സമ്പത്ത് വിശുദ്ധമാകാനുള്ള മാർഗങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി, ഇന്ന ആളുകൾക്ക് ഇന്ന വിഭാഗങ്ങൾക്ക് നിർബന്ധമായോ ഐച്ഛികമായോ സമ്പത്ത് ചെലവഴിക്കണം, കൊടുക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന സകാത്താകട്ടെ സദഖയാകട്ടെ, ആ വിഭാഗങ്ങളിലൂടെയൊക്കെ ചെലവഴിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചാൽ അയാളുടെ സമ്പത്ത് സംശുദ്ധമായി വിശുദ്ധമായി, അതിൽ പിന്നീട് യാതൊരുവിധ കതിറത്തും ഒരു കലക്കും അതിലില്ല. എന്നാ സഹോദരങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് മനുഷ്യൻ എന്തിനാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ വലിയ ഒരു അളവോളം ഉത്തരം ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി, പണം നേടാൻ വേണ്ടി, അത് ഏത് മാർഗത്തിലൂടെയായിരുന്നാലും കുഴപ്പമില്ല, പണം ഉണ്ടാക്കണം. ഈ ഒരു ചിന്താഗതിയാണ് മനുഷ്യനെ തെറ്റുകുറ്റങ്ങൾ ചെയ്യിക്കുന്നതിൽ വലിയ ഒരു അളവ് കൊണ്ടു ചെന്നെത്തിച്ചത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ അവനെ സൃഷ്ടിച്ച റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദി കെട്ടവനാണ്. അവൻ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്നതിന്റെ തെളിവെന്താണ്? അവൻ തന്നെയാണ്, വേറെ എങ്ങോട്ടും പോയി നോക്കണ്ട. അവന്റെ ജീവിതവും അവന്റെ പ്രവർത്തനവും അവന്റെ പെരുമാറ്റവും ഒക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ മനുഷ്യരുണ്ടല്ലോ, അവനെ സൃഷ്ടിച്ച റബ്ബിനോട്, അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയ നാഥനോട് അങ്ങേ അറ്റം നന്ദി കെട്ടവനും ധിക്കാരിയുമാണ് എന്ന് അവനെ നോക്കിയാൽ മതി. എന്നിട്ടൊരു തെളിവായി അള്ളാഹു കൊടുത്തത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈർ, അവൻ സമ്പത്തിനെ ലശദീദ് അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ഇതാണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, സമ്പത്ത് മാത്രം. ആ സമ്പത്തിന് വേണ്ടി ജീവിതം, ആ സമ്പത്ത് നേടാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാർ. ഇതങ്ങ് ആയിക്കഴിഞ്ഞപ്പോ അവൻ ധിക്കാരിയായി തീർന്നു, അവൻ റബ്ബിനോട് നന്ദി കെട്ടവനായി തീർന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയില്ലേ, സൂറത്ത് ഖസസിൽ വലിയ ഒരു പണക്കാരന്റെ സംഭവം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അവൻ സമ്പത്ത് അങ്ങ് നേടിയപ്പോ റബ്ബിനോട് അങ്ങേയറ്റത്തെ ധിക്കാരിയായി തീർന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലുണ്ടായിരുന്ന ഖാറൂൻ, അവൻ പറഞ്ഞത്, ഞാൻ ഈ സമ്പത്ത് നേടിയത് എന്റെ കഴിവ് കൊണ്ടും എന്റെ അറിവ് കൊണ്ടുമായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം ധിക്കരിച്ചു വലിയൊരു സമ്പന്നനായി തീർന്നു. പക്ഷെ അധികകാലം നശ്വരമായി ദുനിയാവിൽ അവൻ നിലനിൽക്കാൻ, ജീവിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു അവന്റെ സമ്പത്തിനെയും അവന്റെ കൊട്ടാരത്തെയും അവനെയും എല്ലാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്, ആ ഖാറൂന്റെ ഒരു അവസ്ഥ വരെ നമ്മൾ എത്തിയിട്ടില്ല എങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും എത്തിയിട്ടില്ല എങ്കിലും, വലിയ ഒരളവോളം അള്ളാഹുവിന് പണത്തിന്റെ വിഷയത്തിൽ, ധനത്തിന്റെ വിഷയത്തിൽ ധിക്കാരവും അക്രവും അല്ല കാണിക്കുന്നത്. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന
തീർച്ചയായും നിങ്ങളുടെ സമ്പത്ത്, തീർച്ചയായും നിങ്ങളുടെ മക്കൾ, അതെല്ലാം ഫിത്നയാകുന്നു, അതെല്ലാം പരീക്ഷണമാകുന്നു, അതെല്ലാം കുഴപ്പമാകുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നു. ആലോചിച്ച് നോക്കും സഹോദരങ്ങളെ, ഈ ദുനിയാവിലേക്ക് വന്നപ്പോ കയ്യിൽ ഒന്നുമില്ലാതെ വന്നു, നിസ്സഹായനായി വന്നു, ബലഹീനനായി വന്നു. അങ്ങനെ കേൾവിയും കാഴ്ചയും ബുദ്ധിശക്തിയും ആരോഗ്യവും എന്ന് വേണ്ട എല്ലാം 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 നൽകിയ റബ്ബ് കുറെ സമ്പത്ത് നമ്മൾ കിട്ടു തന്നു. ഇങ്ങനെയൊക്കെ തന്നിട്ട് അള്ളാഹു നമ്മളോട് ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, അത് ഹലാലായിരിക്കണം, ത്വയ്യിബായിരിക്കണം, ആ രൂപത്തിൽ നിങ്ങൾ ജീവിച്ചോളൂ. ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ. ഫകുലൂ, നിങ്ങൾ തിന്നുകൊള്ളുക, ഭക്ഷിച്ചുകൊള്ളുക. ഫകുലൂ മിമ്മാ റസഖനാകും, നാം ഫകുലൂ മിമ്മാ റസഖകും, അവൻ നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എന്താണോ നൽകിയത് ഭക്ഷിച്ചുകൊള്ളുക, കുഴപ്പമില്ല. പക്ഷേ ഹലാലൻ ത്വയ്യിബ, രണ്ട് ഡിമാൻഡ്. ഭക്ഷിക്കുന്ന ആ ഭക്ഷണം അത് ഹലാലായിരിക്കണം, പിന്നെ ത്വയ്യിബായിരിക്കണം, ശുദ്ധമായിരിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു വഷ്കുറൂ നിഅമത്തല്ലാഹ്, ഇതെല്ലാം നൽകിയ ഈ സമ്പത്ത് അള്ളാഹു ആണല്ലോ നൽകിയത്, ആ റബ്ബിനോട് നിങ്ങൾ വഷ്കുറൂ, നന്ദി ചെയ്യണം. വഷ്കുറൂ നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് നൽകിയ റബ്ബിന് നന്ദി ചെയ്യണമെന്ന വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഹലാലായ ഭക്ഷണമായിരിക്കണം, ഹലാലായ ധനമായിരിക്കണം, കഴിക്കുന്നത് ത്വയ്യിബായിരിക്കണം. ഈ രണ്ട് രൂപത്തിലാണ്. പലപ്പോഴും മനുഷ്യന്, പല ആളുകളും വിചാരിക്കും ഞാൻ വലിയ സമ്പന്നനായത്. ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കും അത് എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ബുദ്ധിശക്തി കൊണ്ടും എൻ്റെ ക്വാളിഫിക്കേഷൻ കൊണ്ടും എൻ്റെ ഡിഗ്രി കൊണ്ടും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടും എൻ്റെ വാക്ചാതുരി കൊണ്ടുമൊക്കെയാണ് ഞാൻ ഉയർന്ന സ്ഥാനമാനങ്ങൾ എത്തിയത്. കുറേ ആൾക്കാർ അങ്ങനെ വിചാരിക്കും. മറ്റു കുറേ ആളുകൾ വിചാരിക്കും ഒരു പക്ഷെ ഞാൻ അള്ളാഹുമായി അങ്ങേയറ്റം അടുത്തത് കൊണ്ട് അള്ളാഹു എനിക്ക് വാരിക്കോരി നൽകിയതായിരിക്കാം എന്നും വിചാരിക്കും. എന്നാൽ രണ്ടും, സമ്പത്ത് ഉള്ള അവസ്ഥയും സമ്പത്തില്ലാത്ത അവസ്ഥയും രണ്ടും പരീക്ഷണമാണ്. ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും, നന്മ കൊണ്ടും തിന്മ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നു അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും മിൻ മാലിൻ വബനീൻ, അവർ വിചാരിക്കുന്നുണ്ടോ സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും നാം അവർക്ക് ഇങ്ങനെ വിട്ടേച്ചു കൊടുത്തിരിക്കുകയാണ്. തളവില്ലാതെ കുറേ സമ്പത്ത് നൽകി, കുറേ മക്കൾ നൽകി, അതൊക്കെ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് നാം നന്മകൾ ഇങ്ങനെ ധൃതിയായി ചെയ്തു കൊടുത്തതാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ബല്ലാ യശ്ഉറൂൻ, അതല്ല കേട്ടോ, അവർ കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നാണ്. സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ മേൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ദാരിദ്ര്യവും പട്ടിണിയും ഭയപ്പെട്ടിട്ടില്ല. സമ്പത്ത് നേടാം, സമ്പാദിക്കാം, എത്രയും ഉണ്ടാകാം. പക്ഷേ അതിൽ മാത്രം ശ്രദ്ധയൂന്നുകയും അതിനുവേണ്ടി മാത്രം ജീവിക്കുകയും ആ വിഷയത്തിൽ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ അവൻ അങ്ങേയറ്റത്തെ അക്രമിയായി തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ സുബ്ഹി സമയത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന അൻസാരികളോട് പറഞ്ഞു. അവര് മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്നും, അഥവാ ഇന്നത്തെ ഖതീഫ് അൽ അഹ്സാ ഭാഗത്തുമുള്ള സകാത്തിന്റെ മുതൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന അൻസാരികളായ സ്വഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്, ഒരിക്കലും നിങ്ങൾക്ക് നാം തടസ്സമായി നിൽക്കുകയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഫവല്ലാഹി മൽ ഫഖറു അഖ്ശ അലൈക്കും, ഒരിക്കലും ദാരിദ്ര്യം ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നേ ഇല്ല. വലാകിൻ അഖ്ശ അലൈക്കും അൻ തബ്സത അലൈക്കും ദുനിയ, പൂർവകാലത്തുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക്
ദുനിയാവ് ഇങ്ങനെ വിരുത്തി കൊടുത്തതുപോലെ, വിശാലമാക്കി കൊടുത്തതുപോലെ സമ്പത്തും ദുനിയാവുമൊക്കെ നിങ്ങൾക്കും അധികമായി ഉണ്ടാകുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവര് ആ വിഷയത്തിൽ കിടമത്സരം കാണിച്ചതുപോലെ നിങ്ങളും കിടമത്സരം കാണിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹോദരങ്ങൾ, സത്യത്തിൽ എന്താണ് സമ്പത്ത്? എത്ര കാലത്തേക്ക് വേണ്ടിയാണ് നാം ഇത് ഒരുമിച്ച് കൂട്ടുന്നത്? അവസാനം ഇതിന്റെ അന്ത്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യഖൂലുൽ മർഉ മാലി മാലി, മനുഷ്യൻ പറയുന്നു എന്റെ സമ്പത്ത്, എന്റെ പണം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്, സത്യത്തിൽ ധനമെന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ മാത്രമേയുള്ളൂ. അവൻ ഭക്ഷിച്ചു കളഞ്ഞത്, അവൻ ഉടുത്തു കളഞ്ഞത്, മൂന്നാമതായി പറഞ്ഞത് വല്ലതും നല്ല മാർഗത്തിൽ കൊടുത്ത് പരലോകത്തേക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചത്. ഇത് മാത്രമേ അവന്റെ സമ്പാദ്യമായിട്ടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊരിക്കൽ ചോദിച്ചു, അയ്യക്കും മാലു വാരിസി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്താണോ ഏറ്റവും ഇഷ്ടം, അതല്ല നിങ്ങളുടെ അനന്തരാവകാശികളുടെ സമ്പത്താണോ ഏറ്റവും ഇഷ്ടം? സ്വഹാബിമാരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ സമ്പത്താണ്, ഞങ്ങളുടെ അനന്തരാവകാശികളുടെ സമ്പത്തല്ല. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമ്പത്ത് ആരെല്ലാം വീതിച്ചെടുക്കുമോ അവരുടെ സമ്പത്തല്ല ഞങ്ങൾക്കിഷ്ടം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ പണം കൊണ്ട് എന്താണോ നിങ്ങൾ ചെയ്തു തീർത്ത്, എന്തെല്ലാം പ്രവർത്തനമാണോ നേടിയെടുത്ത്, അത് മാത്രമേ നിങ്ങളുടെ സമ്പാദ്യമായിട്ടുള്ളൂ. എന്നാൽ മരണത്തോടുകൂടി ഇവിടെ നിന്ന് വിട്ടേച്ചു പോകുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്തൊക്കെ അതൊന്നും നിങ്ങളുടെ സമ്പത്തല്ല. അത് സത്യത്തിൽ നിങ്ങളുടെ അനന്തരാവകാശികളുടെ സമ്പത്താകുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയുണ്ടായി. ആ ഒരു സമ്പത്താണ് യഥാർത്ഥ സമ്പത്തായി നമ്മൾ കണക്കാക്കേണ്ടത്. ഈ രൂപത്തിലായിരുന്നല്ലോ പൂർവികർ മനസ്സിലാക്കിയിരുന്നത്. സമ്പത്ത് വിശുദ്ധമായിരിക്കണം, അത് തയ്യിബായിരിക്കണം, അത് ഹലാലായിരിക്കണം എന്നതിൽ കർശനമായ ബുദ്ധി മുൻഗാമികൾക്കുണ്ടായിരുന്നു. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമയെ ഒരു നിബന്ധനക്ക് കീഴിൽ മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടു. അയാള് സമ്പത്തുണ്ടായി കൊണ്ടുവന്നാൽ സമ്പത്തിന്റെ ഒരു ഭാഗം അടിമയാണല്ലോ, അടിമ യജമാന്റെ ആളാണ്, അടിമയുടെ സമ്പത്ത് മുഴുവൻ യജമാനാണ്. പക്ഷെ വിശാല മനസ്കത കാരണം സിദ്ദീഖ് അക്ബർ പറഞ്ഞു, നീ പണം കൊണ്ടുവന്നാൽ അല്പം പണം എനിക്കാണ്, ബാക്കി എല്ലാ പണം നിനക്കെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ അല്പം ഭക്ഷണവുമായി ഈ അടിമ വന്നു. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ചോദിച്ചു, നിങ്ങൾക്കറിയോ ഈ പണം എവിടുന്നാണെന്നു? ഇല്ല, അറിയില്ല. ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ കഹാനത്ത് ജ്യോത്സ്യപ്പണി നടത്തിയിരുന്ന ഒരാളായിരുന്നു. എന്നാൽ ആ പണിയൊട്ട് എനിക്ക് അറിയുമില്ലായിരുന്നു. അതിൽപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടുകയും അയാൾ അല്പം ഭക്ഷണം എനിക്ക് നൽകുകയും ചെയ്തു. ആ ഭക്ഷണമാണിത്, അതാണ് നിങ്ങൾ കഴിച്ചത് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കേട്ടതോടുകൂടി മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഛർദ്ദിക്കുകയും വായിൽ കൈയിട്ട് ഛർദ്ദിച്ചു എന്നാണ്. തന്റെ ശരീരത്തിൽ ഹറാമിന്റെ ലവലേശം ഉണ്ടാകാൻ പാടില്ല, എന്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു വായിൽ കൈയിട്ട് ഛർദ്ദിച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നിഷിദ്ധമായ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ ബുദ്ധി ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരിക്കൽ യാചിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. വീണ്ടും ചോദിച്ചു, വീണ്ടും കൊടുത്തു. വീണ്ടും ചോദിച്ചു, വീണ്ടും കൊടുത്തു. 3 പ്രാവശ്യം ആവർത്തിച്ചു. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധു കൂടിയാണ്. 3-ാം പ്രാവശ്യം പറഞ്ഞു, ഹക്കീം, പണം ഒരു നല്ല മനസ്സോടുകൂടിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. മനുഷ്യർക്ക് വെറുക്കുന്ന രൂപത്തിലാണ്, അനിഷ്ടകരമായ രൂപത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല. കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞു. യാചനയെ നിരുത്സാഹപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഞാൻ അവസാനിപ്പിച്ചു.
ഇനി യാചിക്കുക എന്നൊരു പരിപാടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. പിന്നീട് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചതാണ്. ആ കാലത്തൊന്നും യാചിക്കുകയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ പോലും സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഫൈഇന്റെ യുദ്ധമില്ലാതെ ലഭിക്കുന്ന മുതലിനാണ് ഫൈ എന്ന് പറയാം. അത് ലഭിച്ചപ്പോ ഹക്കീം ഇബ്നു ഹിസാമിന് കൊണ്ടുപോയി കൊടുക്കുകയും അദ്ദേഹം വാങ്ങാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ കാണാൻ കഴിയും സഹോദരങ്ങളെ. ചുരുക്കത്തിൽ ആ പൂർവികരുടെ ചര്യ നമ്മളുടെ ചര്യയായിരിക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന, ഭാര്യക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന, വാപ്പാക്കും ഉമ്മാക്കും ചെലവിന് കൊടുക്കുന്ന, നമ്മൾ ഉടുത്തൊരുങ്ങുന്ന, നമ്മൾ സമ്പാദിക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അതിൽ അല്പം പോലും ഹറാം ഉണ്ടാകാൻ പാടില്ല. ഒരു കർശനമായ ബുദ്ധി ഉണ്ടാകണം നമുക്ക്. അപ്പൊ ചോദിക്കും, എങ്കിൽ ഹലാലായ പണത്തിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നിഷിദ്ധമായ പണത്തിന്റെ വഴികൾ ഏതൊക്കെയാണ്? ഒരു പരിധി വരെ ഏതൊരു സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് നിഷിദ്ധമായ സമ്പാദ്യങ്ങളെന്ന്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ. ഹലാൽ എന്ത് എന്ന് വളരെ വ്യക്തമാണ്, ഏതൊരാൾക്കും അറിയാം. ഹറാം എന്ത് അതും വ്യക്തമാണ്. എന്നാൽ അതിന്റെ ഇടയിൽ ചില വിഷയങ്ങളുണ്ട്, അത് എല്ലാ ആളുകൾക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹലാലായ സമ്പാദ്യം ഏത് എന്ന് നമ്മൾക്കറിയുന്ന ആ ഒരു മാർഗത്തിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ. പിടിച്ചുപറി ഹറാമാണെന്ന് അറിയാത്തവരില്ലല്ലോ, മോഷണം ഹറാമാണെന്ന് അറിയാത്തവരില്ലല്ലോ, പലിശ നിഷിദ്ധമാണ് എന്നറിയാത്തവരില്ലല്ലോ, അതേപോലെ തന്നെ ഇസ്ലാം നിരോധിച്ച ചൂതാട്ടം അത് നിഷിദ്ധമാണ് എന്നറിയാത്തവരില്ലല്ലോ. ഇങ്ങനെ കുറെ വരുമാനത്തിന്റെ ദഖലിന്റെ സ്രോതസ് പരിശോധിക്കുമ്പോൾ ഏതൊരാൾക്കും പരിശോധിച്ചവർ ഇതൊക്കെ ഹറാമാണ്. പിന്നെ പരിശോധിക്കാൻ മറ്റൊരു ഉരകല്ല് ഒരു ഹദീസ് കൂടിയുണ്ട്. അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വകരിഹത അൻ യത്തലി അലൈഹി നാസ്. ഒരു പാപം എന്ന് പറയുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാവും. അത് ആളുകൾ കാണരുത് എന്ന് നീ ആഗ്രഹിക്കുന്നു. ആ ചെയ്ത പരിപാടി ആളുകളൊന്നും അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്നു. ചെയ്തു കഴിഞ്ഞ് മോശമായി, തെറ്റായി, പാടില്ലായിരുന്നു എന്ന് മനസ്സിലൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ പാപമാണ്. അങ്ങനെയുള്ള വരുമാനം ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നിഷിദ്ധമാണ്. അപ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ വലിയ ഒരു മാർഗം, വലിയൊരു വഴി ഇതെല്ലാം നിഷിദ്ധമാണ്, ഇതെല്ലാം ഹലാലാണ് എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു സാധാരണക്കാരനും. എന്നാൽ ലോകം ഇങ്ങനെ പുരോഗമിച്ചു വരികയും വ്യവസായത്തിന്റെയും കച്ചവടത്തിന്റെയും മാർഗങ്ങൾ, പുതിയ മേഖലകൾ തേടുകയും ചെയ്യുമ്പോൾ ചില വരുമാനത്തിന്റെ സ്രോതസ്സുകൾ അതിന് കഴിയുന്ന പണ്ഡിതന്മാരോട് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചതിന് ശേഷം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുമാണ് വേണ്ടത്. എനിക്കൊന്നും അറിയുമായിരുന്നില്ല, ഞാനങ്ങ് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു അതിലൊന്നും വിടുകയില്ല. നിഷിദ്ധമായ ചില സമ്പാദ്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു നിഷിദ്ധമായ സമ്പാദ്യം നമ്മുടെ ശരീരത്തിലുണ്ടായാൽ, നമ്മുടെ സമ്പാദ്യത്തിലുണ്ടായാൽ അതിന്റെ ഗൗരവം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി, ആ സമ്പത്ത് കൊണ്ട് എന്തൊരു അമല് ചെയ്താലും അതൊന്നും പിന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അള്ളാഹു ത്വയ്യിബാണ്, ശുദ്ധനാണ്. ത്വയ്യിബായത്, ശുദ്ധമായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഹറാമായ മാർഗത്തിലൂടെ കുറേ പണം സമ്പാദിച്ച് അവസാനം തെറ്റായി പോയി എന്ന് തോന്നിയിട്ട് ശരി കിടക്കട്ടെ, കുറേ എത്തിങ്ങാനൊക്കെ, കുറേ പെൺകുട്ടികളെ കെട്ടിക്കാൻ വല്ല കാര്യമുണ്ടോ? കാരണം അവൻ്റെ സമ്പത്തിൻ്റെ സ്രോതസ്, അവൻ്റെ വരുമാനം അത് നിഷിദ്ധത്തിൽ കുളിച്ചതായിരുന്നു. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. ശുദ്ധമായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കണം, നിഷിദ്ധമായ സമ്പാദ്യത്തിലൂടെ വരുമാനമുണ്ടാക്കുന്ന ആളുകളുടെ ആ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതുമൂലമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. രണ്ടാമതായി, ഈ മനുഷ്യൻ അള്ളാഹിനോട് ദ്വാ ഇരുന്നിട്ട് ഒരു കാര്യമില്ല.
അള്ളാഹ് അവന്റെ ദുആക്ക് ഉത്തരം നൽകുകയില്ല. ഒരു സുദീർഘമായ ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യം പഠിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. അയാള് സുദീർഘമായി യാത്ര ചെയ്യുന്നു. ശരീരത്തിലെല്ലാം പൊടിയുണ്ട്, മുടിയെല്ലാം ജടകുത്തി, കൈകളെല്ലാം ആകാശത്തേക്ക് ഉയർത്തി യാ റബ്ബി യാ റബ്ബി, റബ്ബേ 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 എന്ന് താണുകേണ് വിനയാനീതനായി അള്ളാഹിനോട് ദുആ ചെയ്തു. സത്യത്തിൽ ഇയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള എല്ലാ വഴികളും അയാൾ ചെയ്തിട്ടുണ്ട്. കൈകൾ ഉയർത്തുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വളരെ നല്ലൊരു മാർഗമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ കൈകൾ ഉയർത്തിയ കൈയിനെ വെറുതെ വിടാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന്. യാത്രക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്. അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകളുടെ ശരീരത്തിലെല്ലാം പൊടിയും മുടിയിലെല്ലാം ജടയും പിന്നെ പൊടിയുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ അയാൾക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞറിയൂ, അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അയാൾക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുക? അയാളുടെ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കുക? കാരണം അയാൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അയാൾ കുടിക്കുന്ന വെള്ളം ഹറാമാണ്, വഗുദിയ ബിൽ ഹറാം, അയാൾ ഹറാമുമായി ഊട്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല. പലപ്പോഴും ആളുകൾ വേവലാതി പറയാം, പഠിച്ചവനോടൊക്കെ എത്ര പറഞ്ഞു നോക്കി, അർദ്ധരാത്രിക്ക് എണീറ്റിട്ട് പോലും ഞാൻ കുറേ ദുആ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനും ഉള്ള സമ്പാദത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹറാം അതിൽ കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. മൂന്നാമതായി സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ എത്ര അമല് ചെയ്താലും മറ്റുള്ള ആളുകളുടെ ഹക്കുകൾ നമ്മൾ വാരിക്കൂട്ടി അവരുടെ കണ്ണീര് കുടിപ്പിച്ച് അവരെ കൊണ്ട് അധ്വാനിപ്പിച്ച് പണം കൊടുക്കാതെ ശമ്പളം കൊടുക്കാതെ ഇങ്ങനെ ഹറാമായ രൂപത്തിൽ ഒരാളിങ്ങനെ പണമുണ്ടാക്കി വരുമാനം ഉണ്ടാക്കി നാളെ പരലോകത്ത് വരുമ്പോൾ അവനൊരു സിഫറായി കാലിയായി വട്ടപൂജ്യത്തിന്റെ ഉടമ കാണാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പർ സൂട്ടായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. സഹായിമാരോട് ചോദിക്കുക, മുഫ്ലിസായ പാപ്പറായ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അവർ പറഞ്ഞു, ഒരു ദീനാറും ഇല്ല, ഒരു ദിർഹമൊന്നും ഇല്ലാത്ത ചില്ലി കാശില്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് പാപ്പർ സൂട്ടായ മനുഷ്യൻ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി, അങ്ങനെയല്ല. പാപ്പറായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, നമസ്കാരമുണ്ട്, സിയാമുണ്ട്, കുറേ അമലുകളുണ്ട്. അതോടൊപ്പം അവന്റെ ധനം അപഹരിച്ചു, ഇവനെ അടിച്ചു, ഇവനെ ദ്രോഹിച്ച് കുറെ തിന്മകളും ചെയ്തിരിക്കുന്നു. നീതിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഇവനെ വിചാരണ നടത്തുമ്പോൾ ഇവന്റെ അമലുകളൊക്കെ ആരെയാണോ ഉപദ്രവിച്ചിരുന്നത്, ആരുടെ ധനമാണോ അപഹരിച്ചിരുന്നത്, ആരെ കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുക്കും ഇവന്റെ ചെയ്ത അമലും സാലിഹാത്തൊക്കെ. എന്നിട്ടും നീതിയായിട്ടില്ല, പരിപൂർണമായിട്ടില്ല, സമമായിട്ടില്ല എങ്കിൽ അവരൊക്കെ ചെയ്തിരുന്ന തിന്മകൾ ഇവന് ഇട്ടുകൊടുക്കുകയായി. ദുനിയാവും നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ടു. അങ്ങനെ പാപ്പറായി പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആലോചിച്ച് നോക്കി, കുറേ പൈസക്ക് ഫീൽഡ് കട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ പാർട്ട്ണർമാരെ പറ്റിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ കുറേ അങ്ങനെ ഉണ്ടായി. കള്ളക്കച്ചവടത്തിലൂടെയാണ് കുറേ ഉണ്ടാക്കി. പരലോകത്ത് വരുമ്പോൾ കൂട്ടരെ ഒരു അമലും നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്തായി പണം കൊണ്ട് എന്ത് ഫലമുണ്ടായി? ദുനിയാവിൽ 3 കഷ്ണം തുണിയല്ലേ കൊണ്ടുപോകുക? ബാക്കിയുള്ളത് മക്കൾക്ക് അടിപിടി കൂടാനും അല്ലെങ്കിൽ ആ മക്കൾ ഒരു പക്ഷേ നല്ലവരല്ല എങ്കിൽ വാപ്പാന്റെ മരണത്തോടു കൂടി പിന്നെ അവർ തെറ്റിപ്പിരിയാണ് ഈ സമ്പത്ത് ഊരിയൊക്കെ മതി. ഇതിനല്ലേ ഇത് വാരിക്കൂട്ടുന്നത്? ഹലാലായ മാർഗത്തിലല്ല എങ്കിൽ ഇതും കഴിഞ്ഞോ? ഹറാമായ രൂപത്തിൽ പണം ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, അവന് നരകമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യർബു ലഹമുൻ മിൻ സുഹ്തിൻ ഇല്ലാ കാനത്തിൻ നാറു ഔലാ ബിഹി. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മാംസങ്ങൾ വളർന്നു വരുന്ന നിഷിദ്ധമായ മാർഗത്തിലൂടെയാണ് എങ്കിൽ ആ ശരീരത്തിന് ഏറ്റവും അർഹമായത്, ഏറ്റവും കടപ്പെട്ടത് നരകാഗ്നിയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. നല്ല വെളുപ്പായിരിക്കും ശരീരം,
നല്ല തടിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ ഹറാമായ മാർഗത്തിലൂടെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ തടിച്ച ശരീരം ചെന്ന് ചാടുന്ന നരകാഗ്നിയിലാകുന്നു എന്ന ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നിഷിദ്ധമായ രൂപത്തിൽ ഒരാൾ സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആ സമ്പത്തിന് യാതൊരുവിധ ബർക്കത്തുണ്ടാവില്ല, ഒരു ബർക്കത്തുണ്ടാവില്ല. ഒരു പക്ഷേ ഇന്ന് പെയ്ത മഴക്ക് നാളെ ഉണ്ടായ തവരകളെ പോലെ പെട്ടെന്ന് ഇങ്ങനെ ഉയർന്നു വരും. ആ ഉയർന്നു വരുന്ന സമ്പാദ്യമുണ്ടല്ലോ, ആ ഉയർന്നു വരുന്ന സമ്പന്നനുണ്ടല്ലോ, ദുനിയാവിൽ വെച്ച് തന്നെ താഴോട്ട് പോകും. കാറൂൻ ഭൂമിയുടെ അടിയിലേക്ക് പോയതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബൈആനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ. കൊടുക്കുന്നവനും വിൽക്കുന്നവനും ആ കച്ചവടം തള്ളാനും കൊള്ളാനുമുള്ള അധികാരമുണ്ട് ആ സ്ഥലത്ത് അവർ ആണ് എങ്കിൽ, കച്ചവടം നടക്കുന്ന സ്ഥലത്താണെങ്കിൽ. അത് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തള്ളാനും കൊള്ളാനുമുള്ള അധികാരമില്ല. എന്നിട്ടൊരു കച്ചവടം നടക്കുമ്പോൾ കച്ചവട വസ്തുവിന്റെ ന്യൂനതയും പോരായ്മയും കുറവും കുറ്റവുമൊക്കെ വിൽക്കുന്ന ആൾ പറഞ്ഞു കൊടുത്താൽ അവിടെ കച്ചവടത്തിൽ അള്ളാഹ് ബർക്കത്ത് കൊടുക്കും. ഒരു കാറ് വിൽക്കുകയാണ്, വാങ്ങുന്നവൻ അറിയില്ല, ഒരു മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുപോയാലും ചിലപ്പോൾ അറിയില്ല, പക്ഷെ കൊടുക്കുന്നവൻ പറഞ്ഞു ഇന്ന ന്യൂനത ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കച്ചവടത്തിൽ ഒരു പക്ഷേ അവൻ ഉദ്ദേശിച്ച പണം കിട്ടി കാണൂല, വല്ല ബർക്കത്ത് കൊടുക്കുന്ന. അള്ളാഹ് റസൂലിന്റെ വാക്കിന് നമുക്കൊരു വിശ്വാസം പോരെ? കച്ചവടം നടത്തുമ്പോൾ ആരുണ്ട് വ്യക്തമാക്കി കൊടുക്കുന്ന ആളുകൾ? മൂടി വെക്കും നമ്മള്. എന്നാൽ അവര് മൂടി വെക്കുകയാണ് എങ്കിൽ, ന്യൂനത മറച്ചു വെക്കുകയാണ് എങ്കിൽ, അവരുടെ കച്ചവടത്തിലുള്ള ബർക്കത്ത് അള്ളാഹു ഇല്ലാതെയാക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് നിഷിദ്ധമായ സമ്പാദ്യം ദുനിയാവിലും ആഖിറത്തിലും യാതൊരു ലക്ഷ്യവുമില്ല എന്ന ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഏതൊക്കെയാണ് നിഷിദ്ധമായ വരുമാനങ്ങൾ? വിശുദ്ധമായ സമ്പാദ്യം ആയിത്തീരാൻ ഏതെല്ലാം ധനത്തിന്റെ സ്രോതസ്സുകൾ നമ്മൾ ഒഴിവാക്കണം? എല്ലാ ആളുകൾക്കും അറിയുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്ന് പരീക്ഷ തന്നെ, വളരെ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഫദക്കിർ, ആളുകൾക്ക് ഉത്ബോധനം കൊടുക്കണം. വിശ്വാസികൾക്ക് ആ ഉത്ബോധനം ഉപകാരപ്പെട്ടേക്കാം എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയുന്നതും പൊതുവെ കേൾക്കുന്നതുമായ കാര്യം വീണ്ടും സൂചിപ്പിക്കുകയാണ്. എന്താണ് പലിശ എന്ന് പറഞ്ഞാൽ? എന്താണ് അതിന്റെ കാഠിന്യം? അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എത്രമാത്രം ധിക്കാരികളാണ് നമ്മൾ. സദഖയെ അള്ളാഹു പോഷിപ്പിക്കും, പലിശയെ അള്ളാഹു താഴ്ത്തിക്കളയും, അത് നശിപ്പിച്ചു കളയും, അതിന്റെ വളർച്ച താഴോട്ടായിരിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ ഒന്നിലധികം ആയത്തുകളിൽ പലിശയുടെ കാഠിന്യത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും അതിന്റെ കാഠിന്യത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ, പലിശ നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഫൈലം യന്തഹു, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാൻ തയ്യാറല്ല എങ്കിൽ ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും യുദ്ധപ്രഖ്യാപനം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പരലോകത്ത് നടക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ കണ്ട കാഴ്ച, ഒരു മനുഷ്യൻ ഇങ്ങനെ രക്തത്തിന്റെ പുഴയിലൂടെ നീന്തുന്നു. മറുകരയിൽ കുറെ കല്ലുകളുമായി ഒരു മനുഷ്യൻ നിൽക്കുന്നു. അയാൾ അടുത്തേക്ക് വരുമ്പോൾ അയാളുടെ വായിലേക്ക് ഇയാൾ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അയാൾ വീണ്ടും പുഴയുടെ മറുകരയിലേക്ക് നീന്തുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെട്ടത് ആ മനുഷ്യൻ പലിശയുമായി ജീവിക്കുന്ന മനുഷ്യനായിരുന്നു എന്നാണ്. പലിശയുടെ വിഷയത്തിൽ വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുത്തുകാരനും സാക്ഷിയും എല്ലാവരും അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയരാണ് എന്നും അവരൊക്കെ ആ വിഷയത്തിൽ സമന്മാരാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അരിബ സിത്തും വസലാസൂന ഹുബ,
ഐസറുഹ അൻ യൻകിഹ അർറജുലു ബി ഉമ്മി. പലിശ എന്ന് പറഞ്ഞാൽ 36 വിഭാഗമാണ്. അതിൽ ഏറ്റവും നിസ്സാരമായ പലിശ ഉമ്മയെ വ്യഭിചരിക്കുന്നതിനോട് തുല്യമാണെന്ന്. മാഅല്ലാഹ്, ഉമ്മയെ വ്യഭിചരിക്കുന്നതിനോട് തുല്യമാണ് ഒരാൾ പലിശയുമായി ബന്ധപ്പെടുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവമാണ് സഹോദരങ്ങളെ. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله. വിശുദ്ധ ഖുർആൻ പറയുന്നു, പലിശ ഭക്ഷിക്കുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ പിശാചി ബാധ ഏറ്റവൻ മറിഞ്ഞു വീഴുന്നത് പോലെ ആ രൂപത്തിലായിരിക്കും വരിക. അവൻ പറയുന്നു, എന്താ പലിശയും കച്ചവടവുമായിട്ട് വ്യത്യാസം എന്താ? അല്ലാഹു പറയുന്നു, കച്ചവടം അല്ലാഹു അനുവദിച്ചിരിക്കുന്നു, പലിശ ഹറാമാക്കിയിരിക്കുന്നു. ഈ വർത്തമാനം വന്നതിന് ശേഷം ഇനിയും ആര് വിരമിച്ചോ അവന്റെ മൂലധനമുണ്ട്, ഒരിക്കലും പലിശ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ധാരാളം ആയത്തുകളിലൂടെയും ഹദീസിലൂടെയും പലിശയുടെ ഗൗരവത്തെ കുറിച്ച് പറയും. ഇന്ന് നമുക്ക് എന്തെങ്കിലും നിസ്സാരമായൊരു വിഷയം ഉണ്ടായാൽ മതി, വീടൊന്ന് ഒരു തട്ടുകൂടെ ഉണ്ടാക്കാനും വീടൊന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ഇല്ലേ, ഉടനെ നമ്മൾ ബാങ്കിലേക്ക് പോകുന്നു. ബാങ്കിലേക്ക് പോകണ്ട, ബാങ്കുകാർ നമ്മുടെ വീട്ടിൽ ഒരു പ്രവാസിയല്ലേ, നിങ്ങൾക്ക് ഇത്രയും തരാമല്ലോ അല്ലേ. പിശാച് എല്ലാ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും മുമ്പൊന്നും പിന്നൊന്നും എല്ലാ ഭാഗത്തും ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും. നാം അറിയാതെ ആ ബാങ്കിലേക്ക് പോകുന്നു, പലിശയിലേക്ക് പോകുന്നു. ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, പലിശയെ പോലെ തന്നെയാണ് ഇൻഷുറൻസും പലിശയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ആളുകൾ എത്ര പേരുകൾ മാറ്റി പറഞ്ഞാലും ശരി, അതും ഒക്കെ ഇൻഷൂർ, അതെല്ലാം പലിശയാണ്. വളരെ വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ അത് നിഷിദ്ധമാണ്, പലിശ പോലെ തന്നെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആകെ ഇവിടെയുള്ള സൗദി പണ്ഡിതന്മാര് അനുമതി കൊടുത്തിരിക്കുന്നത് തഅ്മീൻ തആവുനി, പരസ്പരം സഹകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇൻഷൂർ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നിഷിദ്ധമായ ഗണത്തിൽ തന്നെയാണ് പണ്ഡിതന്മാര് ഫത്വ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പലിശയും ഇൻഷൂറും തമ്മിൽ വ്യത്യാസമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നിഷിദ്ധമായ സമ്പാദ്യമാണ് പന്തയ രൂപത്തിലുള്ള, മൈസറിന്റെ രൂപത്തിലുള്ള എന്തെല്ലാം വരുമാനം ലഭിക്കുന്നോ അതെല്ലാം നിഷിദ്ധമാണ്. മൈസർ എന്ന് പറഞ്ഞാൽ യുസ്ർ എന്നതിൽ എളുപ്പം എന്നർത്ഥം, എളുപ്പം ഉണ്ടാകുന്ന സമ്പാദ്യം അത് നിഷിദ്ധമാണ്. പന്തയം വെക്കല്, അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരം നടത്തി അതിൽ വിജയിച്ച ആൾക്ക് ഇത്ര തരാം എന്ന് പറഞ്ഞ് രണ്ടാളുകൾ കളിക്കുന്നവനും അല്ലെങ്കിൽ പങ്കെടുക്കുന്ന രണ്ടാളുകൾ തമ്മിൽ നടക്കുന്ന വ്യവഹാരം, ഇങ്ങനെ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി ലോട്ടറി, തായ്ലൻഡ്, ഇതെല്ലാം മൈസറിന്റെ കൂട്ടത്തിൽ പെടും. വിശുദ്ധ ഖുർആൻ നിരോധിച്ച ഏർപ്പാടാകുന്നു. അതേപോലെ തന്നെ സഹോദരങ്ങളെ, റിഷ്വ, കൈക്കൂലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു റാശി വൽ മുർതശി ഫിൽ ഹുക്ം. കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതേപോലെ മറ്റൊരു ഹദീസിൽ കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. ആ കൈക്കൂലിക്ക് തുല്യമായി ഇന്ന് സമൂഹത്തിൽ കാണുന്ന കുറെ മാർഗങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ അത് കൈക്കൂലിയാണ്. ചില ആളുകൾ സമ്മാനം സ്വീകരിക്കാറുണ്ട്, എന്തെങ്കിലും മത്സരത്തിന് ജയിച്ചിട്ടുള്ള സമ്മാനമല്ല. ആ സമ്മാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പല വിഷയത്തിനും നമ്മൾ അവന് അടിയറ വെക്കേണ്ടി വരും. അത് കൈക്കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. സക്കാത്ത് മുതലുമായി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂൽ, ഇതൊക്കെ നിങ്ങൾക്കുള്ള സക്കാത്താണ്, ഇതൊക്കെ എനിക്ക് സമ്മാനമായി, എനിക്ക് കിട്ടിയത്, ആൾക്കാർ തന്നതാണ്. അത് കേൾക്കേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ, ചില ആളുകളുടെ അവസ്ഥ എന്താണ്?
അവരെ സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി നാം പറഞ്ഞയച്ചിട്ട് അവർ കൊണ്ടുവന്ന് പറയുന്നു, ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ്, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാ. അവരൊക്കെ അവരുടെ വാപ്പാന്റെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അത് കിട്ടുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സമ്പത്തുമായി നാളെ പരലോകത്ത് വരുമ്പോ ആ സമ്പത്തായി സ്വീകരിച്ചത് ഒട്ടകമാണ് എങ്കിൽ, ആടാണ് എങ്കിൽ, കന്നുകാലികളാണ് എങ്കിൽ അതൊക്കെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവനെ അലോസരപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കൈക്കൂലിയുടെ സമ്മാനമാണ് അതൊക്കെ, അല്ലേ? മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന ആൾക്കറിയാം, ഡോക്ടർമാർക്ക് ഫ്രിഡ്ജ് കൊണ്ടുപോയി കൊടുക്കുമോ, മറ്റ് ഇലക്ട്രിക്കൽ വസ്തുക്കൾ കൊണ്ടുപോയി കൊടുക്കും. എന്തിനാ? ഒരു ദരിദ്രരായിട്ടാ? അല്ല, തങ്ങളുടെ പ്രൊഡക്ഷൻ വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കുന്ന കമ്പനി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാര് ആ കമ്പനിയുടെ ഒത്താശയും നിബന്ധനയും ഒത്ത രൂപത്തിലാണ് അവർ പർച്ചേസ് ചെയ്യേണ്ടത്. എന്നാൽ പർച്ചേസ് ചെയ്യുന്ന കടയിൽ പോയി ഇങ്ങനെ ഈ വ്യക്തിക്ക് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ കടയിൽ തന്നെ വരും എന്നതിനു വേണ്ടി വല്ലതും കൊടുത്ത് അത് സ്വീകരിച്ചാൽ, കമ്പനിക്ക് കൊടുക്കാതെ അവൻ സ്വന്തം പോക്കറ്റിലാക്കിയാൽ അതൊക്കെ റിഷ്വയുടെ രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതേപോലെ തന്നെ വഞ്ചനയുടെ കുറെ മാർഗങ്ങളുണ്ട്. വഞ്ചിച്ചെടുക്കുക, കച്ചവട രംഗത്ത് കാണുന്ന കുറേ വഴികൾ ഈ വഞ്ചനയുടെ രൂപമാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും മടങ്ങുമ്പോൾ രക്തസാക്ഷികളായ ആളുകളെ നോക്കി, ഹാദാ ഷഹീദുൻ വഹാദാ ഷഹീദുൻ, ഇന്നയാള് ഷഹീദായിരിക്കുന്നു, ഇന്നയാൾ ഷഹീദാക്കിയിരിക്കുന്നു എന്നൊക്കെ സഹായിമാര് പറയാൻ തുടങ്ങിയപ്പോൾ ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇയാൾ ഷഹീദാന്ന് നബി പറഞ്ഞു. അല്ല, അയാള് ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പായി അതിൽ നിന്നും ഒരു അബാഅത്ത്, ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു വിരി അയാൾ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അയാളെ കാണുന്നത് നരകാഗ്നിയിലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആലോചിച്ച് നോക്കിയാൽ ഗൗരവം. യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിം അണിയിലുള്ള ആള് യുദ്ധത്തിൽ പങ്കെടുത്ത് എല്ലാം കഴിഞ്ഞു, പിന്നെ എന്താ ചെയ്തിട്ടുള്ളൂ? അത് വീതം വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം എടുത്തു മാറ്റിവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെലവിൻ കീഴിൽ കഴിയുന്ന കിർക്കിറ എന്ന് പറയുന്ന ഒരു ഭൃത്യനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പരിപാടി ചെയ്തതെന്നും അദ്ദേഹത്തെ നരകാഗ്നിയിൽ കത്തിയെരിയുന്നതായി ഞാൻ കണ്ടുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമർ, നിങ്ങൾ ആളുകൾക്ക് വിളിച്ചു പറയണം, മുഅ്മിനീങ്ങളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ്. അപ്പോൾ വഞ്ചനയുടെ രൂപത്തിൽ ഉണ്ടാക്കുന്ന എന്തെല്ലാം സമ്പത്തുണ്ടോ അതെല്ലാം നിഷിദ്ധം. നരകാഗ്നിയിൽ അതുമായി കത്തിയെരിയും സഹോദരങ്ങളെ. ചില പ്രവാസികൾ വളരെ പെട്ടെന്ന് സമ്പന്നന്മാരാവും. അവർക്ക് കിട്ടുന്ന ശമ്പളവും അവരുണ്ടാക്കിയ വീടും അവർ വാങ്ങിക്കൂട്ടിയ എസ്റ്റേറ്റുകളും താരതമ്യം ചെയ്യുമ്പോൾ വർഷങ്ങളോളം ഇവിടെ പണിയെടുത്താലും അവർക്ക് ഇത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ എങ്ങനെ കിട്ടിയതാ? ഇതേ രൂപത്തിൽ കുറെ വളഞ്ഞ വഴിയിലൂടെ, കഫീൽ അറിയാതെ, കമ്പനി അറിയാതെ വഞ്ചിച്ചെടുത്ത സമ്പത്താണ്. ആ സമ്പത്തൊക്കെ നാളെ പരലോകത്ത് അയാൾക്ക് എതിരായിരിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ കള്ള സത്യം ചെയ്തുകൊണ്ട് ഒരു വിശ്വാസിയുടെ അവകാശം നേടിയാൽ അള്ളാഹു അയാൾക്ക് നരകം അനിവാര്യമാക്കിയിരിക്കുന്നു. അയാൾക്ക് സ്വർഗം നിഷിദ്ധവുമാണ്. ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിച്ചു, റസൂലേ, നിസ്സാരമായ കാര്യമാണെങ്കിലോ? കള്ളസത്യം ചെയ്ത് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്ത് ഇത് എന്റെ അവകാശമാണെന്ന് പറയുന്നു, പക്ഷേ അവകാശം മറ്റവന്റേതാണ്. അതെടുത്ത് നിസ്സാരമായ കാര്യമാണെങ്കിലോ? ഒരു അറാക്കിന്റെ കൊള്ളിയുണ്ടല്ലോ പല്ല് തേക്കുന്ന, അതാണ് കള്ളസത്യം ചെയ്തുകൊണ്ട് അവൻ എടുത്തത് എങ്കിൽ അത് കാരണത്താൽ അവൻ നരകത്തിലാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന സഹോദരൻ. എത്ര വലിയ ഗൗരവമാണ്. ഇന്ന് കച്ചവടക്കാര് കച്ചവടം പൊടിപൂരമായി നടക്കാൻ തന്നെ ഒരു വാക്ക്, വല്ലാഹി ഞാൻ ഇത്രക്ക് വാങ്ങിയെന്ന് പറയും, വല്ലാഹി ഇത് അസ്ലിയാണെന്ന് പറയും. ഇത് നടത്തുന്നതോ കള്ളസത്യം നടത്തുന്നു. ഒരിക്കലും ആ കച്ചവടം ഹലാലായി തീരുകയില്ല. അതേപോലെ തന്നെ
പിന്നെ അസ്ലിയാണെന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്നു. ആളുകളെ, പാമരന്മാരായ ആളുകളെ വിഡ്ഢികളാക്കുന്ന രൂപത്തിൽ. അങ്ങനെ എത്ര ഉണ്ടാക്കിയാലും അതെല്ലാം ഹറാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി കച്ചവടത്തിന്റെ വിഷയത്തിൽ തന്നെ കുറെ ഹറാമായ മാർഗങ്ങളുണ്ട്. ഒന്ന്, ചില കച്ചവടങ്ങളെ ഇസ്ലാം വിരോധിച്ചു. മൊത്തത്തിൽ എല്ലാ കച്ചവടവും ഹലാലാണ്. അല്പം ചില കച്ചവടങ്ങൾ മാത്രമേ ഹറാമുള്ളൂ. മുആമലാത്ത് രംഗത്ത് എല്ലാം ഹലാലാണ്. വ്യവഹാര രംഗം മുഴുവൻ ഹലാലാണ്. അല്പം ചില കാര്യങ്ങൾ മാത്രമേ ഹറാമുള്ളൂ. ആ ഹറാമായ കാര്യം ഒന്ന്, ഇസ്ലാം നിഷിദ്ധമായ വസ്തുക്കൾ വിൽക്കാൻ പാടില്ല. ഹറാമാക്കിയ പന്നിയെ വിൽക്കാൻ പാടില്ല, പട്ടിയെ വിൽക്കാൻ പാടില്ല, സംഗീത ഉപകരണങ്ങൾ വിൽക്കാൻ പാടില്ല, രക്തം വിൽക്കാൻ പാടില്ല. ഇങ്ങനെ നജസായ അല്ലെങ്കിൽ ഇസ്ലാം നിരോധിച്ച വിഗ്രഹങ്ങൾ, ഇതേപോലുള്ള വസ്തുക്കൾ ഒന്നും വിൽക്കാൻ പാടില്ല. ആ രൂപത്തിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിഷിദ്ധമാണ്. പുകവലിക്ക് ഉപയോഗിക്കുന്നതെല്ലാം ആ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ തന്നെ കച്ചവടത്തിൽ കൃത്രിമം ഉണ്ടാകാൻ പാടില്ല. വൈലുൽ മുത്തഫിഫീന അല്ലദീന ഇദ ഇക്താലു അലന്നാസി യസ്തഫൂൻ വഇദാ കാലൂഹും ഔ വസനുഹും യുഖ്സിറൂൻ. ജനങ്ങളേക്കൊന്ന് വാങ്ങുമ്പോൾ പരിപൂർണമായിട്ട് എടുക്കും, എല്ലാ ഹക്കുകളും എടുക്കും. എന്നാ വിൽക്കുമ്പോഴോ കുറച്ച് കൊടുക്കുന്നു. അവർ കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കുന്നില്ല. അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പുനർജീവിതമുണ്ട് എന്നും വീണ്ടും ഒരു ജീവിതം ഇവർ മനസ്സിലാക്കുന്നില്ലേ എന്നാ. എത്ര ഗൗരവമാണ് ആ ചോദ്യം. ഇങ്ങനെ കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കിയിട്ട് എന്താ കൂട്ടരെ പരലോകത്ത് വരാനിരിക്കുന്നത് എന്നാ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ കൃത്രിമമുള്ള കച്ചവടം എല്ലാം നിഷിദ്ധമാണ്. അതേപോലെ തന്നെ കച്ചവടത്തിൽ കൃത്രിമമുള്ള മറ്റു രൂപങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ചന്തയിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരാൾ ഗോതമ്പ് വിൽക്കും. വെറുതെ അതിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ അടിയിലൊക്കെ നനഞ്ഞ ഗോതമ്പ്, മുകളിലൊക്കെ ഉണങ്ങിയ ഗോതമ്പ്. ഇത് എന്താണെന്ന് ചോദിച്ചു. റസൂലേ, ഇത് ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു, അതുകൊണ്ട് നനഞ്ഞു പോയതാണ്. എങ്കിൽ ആ നനഞ്ഞ ഗോതമ്പ് മുകളിൽ വെച്ചുകൂടായിരുന്നോ? ആളുകൾക്ക് അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി. മൻ ഗശ്ശന ഫലൈസ മിന്ന. ആരെങ്കിലും നമ്മളെ വഞ്ചിച്ച അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. ഇന്ന് പച്ചക്കറി വിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മത്സ്യം വിൽക്കുന്ന ആളുകൾ, പല കച്ചവടക്കാരും മോശമായതൊക്കെ ഇങ്ങനെ ഉള്ളിൽ അടിയിൽ വെക്കും, അല്ലെങ്കിൽ നല്ലതൊക്കെ മുകളിൽ വെക്കും. ഇത്തരത്തിലുള്ള കൃത്രിമം നിഷിദ്ധമാകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറിജിനലാണെന്ന് പറയുകയും ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുകയും ചെയ്യുന്നത് നിഷിദ്ധമാണ്. ഇതേപോലെ സഹോദരങ്ങളെ, പലിശ വരുന്ന കുറെ കച്ചവടങ്ങളുണ്ട്. അത് ഇസ്ലാം നിരോധിച്ചു. മൈസറിനോട് അഥവാ ചൂതാട്ടത്തോട് തുല്യമായ കുറെ കച്ചവടങ്ങളുണ്ട്. അത് ഇസ്ലാം നിരോധിച്ചു. അതേപോലെ തന്നെ വഞ്ചന വരാൻ സാധ്യതയുള്ള കുറെ കച്ചവടങ്ങളുണ്ട്. ആ കച്ചവടങ്ങൾ ഇസ്ലാം നിരോധിച്ചു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. പലിശ വരുന്ന കുറെ കച്ചവടം. പലിശ വ്യക്തമായി നമുക്കറിയാം, 10 കൊടുത്ത് 15 വാങ്ങുക. എന്നാൽ കച്ചവടത്തിലൂടെ പലിശ വരുന്നുണ്ട്. അതൊരു പക്ഷേ സാധാരണക്കാർ അതിനെക്കുറിച്ച് വേണ്ട രൂപത്തിൽ ബോധമുള്ളവരായി ഇരിക്കില്ല. അസ്നാഫു സിത്ത, 6 വസ്തുക്കൾ, അത് പരസ്പരം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. الذهب بالذهب والفضة بالفضة والبر بالبر والشعير بالشعير والملح بالملح. സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ വെള്ളിയും, ഗോതമ്പും, ബാർലിയും, അതേപോലെ ഉപ്പും ഇതെല്ലാം കൈമാറ്റം ചെയ്യുമ്പോൾ ഒത്തംബ്രു പിത്തംബ്രി, കാരക്കയും കൈമാറ്റം ചെയ്യുമ്പോൾ 2 നിബന്ധനകൾ പാലിച്ചിരിക്കണം. അത് പാലിച്ചിട്ടില്ല എങ്കിൽ അതവിടെ പലിശ വന്നു. ഉദാഹരണമായി സ്വർണവും കൈമാറ്റം ചെയ്യുന്നു. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ 2 നിബന്ധനകൾ അവിടെ പാലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അത് പലിശയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പലിശ 36ഓളം ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും നിസ്സാരമായത് ഉമ്മയെ വ്യഭിചരിക്കുന്നതിനോട് തുല്യ. എന്താ നിബന്ധന? 1, എത്രയാണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത്ര തന്നെ തിരിച്ചു വാങ്ങണം. 10 ഗ്രാം പഴയ സ്വർണം കൊടുക്കുമ്പോൾ 10 ഗ്രാം പുതിയത് തിരിച്ചു വാങ്ങണം. 2, ഓൺ ദ സ്പോട്ടിൽ വെച്ച് കച്ചവടം നടക്കണം. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ 10 ഗ്രാം തരാം, 10 പവൻ തരാം, പക്ഷേ അടുത്ത ആഴ്ച പാടില്ല. അവിടെ പലിശ വന്നു എന്നാണ്. മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നല്ല മുന്തിയ ഒരു കാരക്കയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു.
നബി ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നപ്പോൾ ഇത് കിട്ടിയത്? റസൂലെ, എൻ്റെ കയ്യിൽ അല്പം താഴ്ന്ന 2 സായ ഉണ്ടായിരുന്നു. ആ 2 സായ ഞാൻ കൊടുത്ത് മുന്തിയ 1 സായ ഞാൻ വാങ്ങി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. അതിനു റിബ, തനിച്ച പലിശ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം പിന്നെ തമ്പ്രും കൈമാറ്റം ചെയ്യുമ്പോൾ ഈ 2 നിബന്ധനകൾ പാലിച്ചിരിക്കണമെന്നാണ്. പലപ്പോഴും നമ്മൾ പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ ഈ ഒരു നിബന്ധന പാലിക്കാറില്ല. 2 നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അവിടെ പലിശ വന്നിരിക്കുന്നു. അപ്പോൾ പഴയ സ്വർണം കൊടുത്ത് എന്ത് ചെയ്യും? പഴയ സ്വർണം കൊടുത്ത് നമുക്ക് അതിന്റെ കാശ് വാങ്ങാം. ആ കാശിന് എത്ര സ്വർണമാണോ കിട്ടുന്നത് ആ സ്വർണം ഉപയോഗിക്കാം. അത് ഒരു നിബന്ധന വെക്കാത്ത രൂപത്തിൽ അതേ ജ്വല്ലറിയിൽ നിന്നോ അല്ലെങ്കിൽ ലഭിച്ച കാശ് കൊണ്ട് മറ്റേതൊരു ജ്വല്ലറിയിൽ നിന്നോ വാങ്ങാം. അത് അനുവദനീയമായി തീരും. ഇതാണ് പഴയ സ്വർണവും പുതിയ സ്വർണവും വാങ്ങാനുള്ള, വ്യവഹാരം ചെയ്യാനുള്ള ഹലാലായ മാർഗം. ഇല്ല എങ്കിൽ അത് പലിശ വന്നു. അതേപോലെ തന്നെ ഒരിക്കലും സ്വർണം അത് പിന്നെ കടം പറയാൻ പാടില്ല. കടം പറയുമ്പോൾ അവിടെ പലിശ വന്നു. മോളുടെ കല്യാണത്തിന് വേണ്ടി 20 പവൻ സ്വർണം വാങ്ങി, 10 പവന്റെ കാശ് കൊടുത്തു, 10 പവൻ 6 മാസം കഴിഞ്ഞു എന്നാണെങ്കിൽ അവിടെ പലിശ വന്നിരിക്കുന്നു. കാരണം ഇത് സ്വർണം പിന്നെ കാശ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നെ മൂലം ഒന്നുകിൽ സ്വർണമായിരിക്കും അല്ലെങ്കിൽ വെള്ളിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സെലഫ് പാടില്ല. പിന്നീട് കാശ് കൊടുക്കാം എന്ന ഡിമാൻഡ് പാടില്ല. ഓൺ ദ സ്പോട്ടിൽ അവിടെ കാശ് കൊടുക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ വഞ്ചന വരുന്ന കുറെ കച്ചവടങ്ങളുണ്ട്. പാട്ടത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ 2-3 വർഷത്തിനൊക്കെ ഒന്നിച്ച് അടക്കാത്തോട്ടം കൊടുക്കുക പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. ബൈഉസ് സിനീൻ എന്ന് പറയും. ബൈഉൻ നജിഷ്, കള്ളത്തരം ഉണ്ടാകുന്ന പലിശയുടെ മറ്റൊരു തരം കച്ചവടമാണ്. ഇങ്ങനെ കച്ചവടത്തിൻ്റെതായ കുറെ രൂപങ്ങൾ. ഒന്നുകിൽ അതിൽ പലിശ വരും, അതല്ല എങ്കിൽ ആ കച്ചവടത്തിൽ വഞ്ചനയുണ്ടായിരിക്കും, അതുമല്ല എങ്കിൽ ആ കച്ചവടത്തിൽ മൈസറിന്റെ ചൂതാട്ടത്തിന്റെ ഏതെങ്കിലും ഒരു അംശമുണ്ടായിരിക്കും. അങ്ങനെയുള്ള ധാരാളം കച്ചവടങ്ങൾ ഇസ്ലാം നിരോധിച്ചു. അതല്ലാത്ത എന്തെല്ലാം കച്ചവടങ്ങളുണ്ടോ ആ കച്ചവടങ്ങളെല്ലാം അനുവദനീയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുവദനീയമായ മാർഗത്തിലായിരിക്കണം നമ്മൾ പണം ഉണ്ടാക്കേണ്ടത്. അത് എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാത്രമേ നമ്മൾ ധനം വിനിയോഗിക്കാൻ പാടുള്ളൂ. അള്ളാഹു നിർബന്ധമായും കൊടുക്കണം എന്ന് പറഞ്ഞ സ്വതക്കയും ഐച്ഛികമായി കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ച പിന്നെ സദഖകളും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സമ്പത്ത് വിശുദ്ധമായി തീരുകയുള്ളൂ. അതൊരു അല്പമായിരുന്നാലും ശരി, ആ അല്പ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് വേർപിരിയുമ്പോൾ വലിയ സമ്പന്നനായിട്ടല്ല പോയിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ മാസങ്ങളോളം ഞങ്ങളുടെ വീട്ടിൽ തീ പുകയാറുണ്ടായിരുന്നില്ല. പച്ചവെള്ളവും കാരക്കയും കുടിച്ചും കഴിച്ചുമായിരുന്നു ഞങ്ങൾ പിന്നെ ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നതാണ്. വലിയ കുറേ സമ്പന്നന്മാരാകുക എന്നുള്ളതല്ല, ഉള്ള സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉണ്ടാക്കുവാനും വിനിയോഗിക്കുവാനും കഴിഞ്ഞാൽ ഇഹത്തിലും പരത്തിലും അള്ളാഹു നമ്മളെ ഭാഗ്യവാന്മാരാക്കി. ആ രൂപത്തിൽ അതിൽ ഉൾപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും റഹ്മാനായ തമ്പുരാൻ പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. وصلى الله على نبينا محمد وآله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.